നിങ്ങളിൽ പലരും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നവരായതുകൊണ്ട് അതേപ്പറ്റി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിനെ പറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും നാം ജീവിക്കേണ്ടത് പിതാവിനെ പറ്റിയുള്ള അറിവിലും കൂട്ടായ്മയിലുമാണ്. യോഹന്നാൻ 15 യേശു പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ വരത്തെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പറ്റി, അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെപ്പറ്റിയൊക്കെ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് പല പല ക്രിസ്തീയ വിഭാഗങ്ങളിലും. ചിലർ പറയും എല്ലാവരും അന്യഭാഷ പറയണം, ഇതുപോലുള്ള പല കാര്യങ്ങളും. എന്നാൽ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനെ ഒന്നും വില കുറച്ച് കാണാതെ നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് അറിയണം. ഞാൻ പറയാം എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന്. യോഹന്നാൻ 15 ഇവിടെ ആദ്യമായിട്ട് യേശു പരിശുദ്ധാത്മാവിൻ്റെ വരത്തെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് അവൻ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയക്കാനായിട്ട് പിതാവിനോട് ചോദിക്കുന്നതിനെപ്പറ്റി. ക്ഷമിക്കണം, യോഹന്നാൻ 15 14 അധ്യായത്തിൽ 16 വാക്യത്തിൽ. അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് അല്പസമയം മുമ്പാണിത് പറയുന്നത്. അവൻ്റെ അവസാനത്തെ സന്ദേശം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. മറ്റൊരു എന്ന് പറഞ്ഞാൽ ആരാണ് ആദ്യത്തെ ആൾ? യേശു തന്നെയാണ്. യേശു അവരോടുകൂടെ ഉള്ളപ്പോൾ ശിഷ്യന്മാർ വളരെ ആശ്വാസവും ധൈര്യവും ഒക്കെ ഉള്ളവരായിരുന്നു. ആ തടാകത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ യേശു ആ പടകിലുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവരൊരു വിചാരവും വിഷമവും ഉള്ളവരായിരുന്നില്ല. ആയിരങ്ങൾ ഭക്ഷണമില്ലാതെ ഇരിക്കുന്നു, ഒരു പ്രശ്നമില്ല, യേശു ഇവിടെ ഉണ്ട്. ആവശ്യത്തിലിരിക്കുന്ന രോഗികൾ, ഒരു പ്രശ്നമില്ല, യേശു ഇവിടെ ഉണ്ട്. ചിന്തിച്ചു നോക്കൂ, യേശു അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പം അവരെ വിചാരപ്പെടുന്നതിൽ പൂർണ്ണമായി സ്വതന്ത്രരായിരുന്നു. ഭയത്തിൽ നിന്ന് അവർക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ അപ്പോൾ അവനൊരു സഹായിയായിരുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ മറ്റൊരു സഹായകനായിട്ട് പ്രാർത്ഥിക്കും. മറ്റൊരു സഹായി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ തന്നെയുള്ള ഒരാൾ. മറ്റൊരു വാക്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പം അത് പൂർണ്ണമായിട്ട് യേശു അവരോടുകൂടെ ഉള്ളതുപോലെയാണ്. ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിലും. നിങ്ങൾക്കങ്ങനെയാണോ? അതങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനായുള്ള ദാഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനദികൾ ഒഴുകും. നാം വീണ്ടും ജനിച്ചപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയില്ല. കർത്താവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. എന്നാൽ പരിശുദ്ധാത്മാവോട് നിറയുന്നതും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കുന്നതും വളരെ വ്യത്യസ്തമായ കാര്യമാണ്. അത് ഇതുപോലെയാണ്. 10 മുറികളുള്ള ഒരു വീട്, അതിൽ ഒരു മുറിയിൽ വെളിച്ചമുണ്ട്. ആ വീട്ടിൽ വെളിച്ചമുണ്ടോ? ഉണ്ട്. അത് പൂർണ്ണമായിട്ടും വെളിച്ചമാണോ? അല്ല. മിക്ക മുറികളും ഇരുണ്ടതാണ്. എന്നാൽ അവിടെ വെളിച്ചമുണ്ട്. അനേക വിശ്വാസികളും ഇങ്ങനെ പ്രശംസിക്കാറുണ്ട്, ഓ എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ സഹോദര, നിൻ്റെ വീടിൻ്റെ 90% ഇരുണ്ടതാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന പോലല്ല. അതുകൊണ്ടാണ് നീ വിചാരമുള്ളവനായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിഹരിക്കപ്പെടാത്ത പാപങ്ങൾ നിൻ്റെ ജീവിതത്തിൽ തുടർമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുക മാത്രമാണ്. അവൻ ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ശ്രദ്ധിക്കുക, ഈ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് തരും. 18 വാക്യം നോക്കൂ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഇത് തമ്മിലുള്ള ബന്ധം നിങ്ങൾ കണ്ടോ? പരിശുദ്ധാത്മാവ് ഇല്ലാതെ നിങ്ങൾ അനാഥരാണ്. അനാഥരെ വിചാരപ്പെടുന്നവരാണ്. എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് അവർ വിചാരപ്പെടുന്നു. നാളെ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെ അത് കൈകാര്യം ചെയ്യും. അവരേകരാണ്, അവർക്കൊരു പിതാവില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്ക ക്രിസ്ത്യാനികളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനാഥരാണ്. സ്വർഗീയ പിതാവെന്നൊക്കെ അവർ പറയുമെങ്കിലും അവരുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരനാഥനെ പോലെ തന്നെയാണ് അവർ പെരുമാറുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഞാൻ വീണ്ടും ജനിച്ച ശേഷം 16 വർഷത്തോളം ഞാൻ കർത്താവിനെ സേവിക്കാനായിട്ട് എൻ്റെ ജോലി വിട്ടിട്ടും ഞാനൊരു അനാഥനെ പോലായിരുന്നു. ദൈവം
തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കുന്നതുവരെയും. അത് സംഭവിച്ച ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം, ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ പിതാവായി തീർന്നു. അവൻ എന്നും എൻ്റെ പിതാവ് തന്നെയായിരുന്നു, എന്നാൽ അതെനിക്ക് യാഥാർത്ഥ്യമായി. ഇതിൻ്റെ തെളിവ് എന്താണ്? മത്തായി 6 നോക്കാം. അതിൻ്റെ 31, 32 വാക്യങ്ങൾ. മത്തായി 6 31, 32. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, ഇത് അർത്ഥമാക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയ സകല കാര്യങ്ങളെ പറ്റിയാണ്. എങ്ങനെ എനിക്ക് ഈ മാസത്തെ വാടക കൊടുക്കാം? ഒരു നല്ല വീട് എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വീട് വേണം. അതെനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? ഞാൻ അതിനുവേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ കൈ നീട്ടേണ്ടി വരുമോ? നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നീ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. നേവിയിലുള്ള എൻ്റെ ജോലി വിട്ടപ്പം കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണത്. 56 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള നിൻ്റെ ഒരാവശ്യത്തെ നീ ആരോടും ചോദിക്കണ്ട, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതണ്ട. ഒരു പക്ഷേ നിനക്ക് ശമ്പളമില്ലായിരിക്കാം, ഞാൻ നിൻ്റെ പിതാവാണ്, നീ എന്നെ വിശ്വസിക്കുക. ഇന്ന് ഏതാണ്ട് 57 കൊല്ലത്തിന് ശേഷം എനിക്ക് സാക്ഷി പറയാൻ കഴിയും, എൻ്റെ പിതാവ് എന്നെ പരിപാലിച്ചു. എൻ്റെ ജീവിതത്തിൽ ആർക്കും ഞാൻ പ്രയർ ലെറ്റർ അയച്ചിട്ടില്ല, ഒരിക്കലും ശമ്പളവും കിട്ടിയില്ല, പണമന്വേഷിച്ച് ഞാൻ എങ്ങും പോയില്ല. എൻ്റെ സ്വർഗീയ പിതാവ് യേശുവിനെ കരുതിയതുപോലെ, പൗലോസിനെ കരുതിയതുപോലെ എന്നെയും കരുതി. ശരി, നിങ്ങളിൽ മിക്കവരും ഇത് വിശ്വസിക്കില്ല. നിങ്ങൾ പറയാതെ അസാധ്യമാണ്. നിങ്ങൾക്കൊരു സമ്പന്നനായ പിതാവുണ്ടെങ്കിൽ അവൻ നിങ്ങളെ കരുതുകയില്ലേ? നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? വയലിലെ 1000 ജന്തുക്കൾ അവനുള്ളതാണെന്ന്, ലോകത്തിലെ സ്വർണവും വെള്ളിയും എല്ലാം അവൻ്റെയാണെന്ന് അവൻ നിങ്ങളെ നടത്തുകയില്ലേ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇട്ടിട്ടില്ല. എന്നാൽ അവൻ നിങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം ഒരിക്കലും മറ്റാരെയെങ്കിലും പ്രതീക്ഷിക്കാതെ അവനത് തരും. നിൻ്റെ ആവശ്യം നിറവേറ്റും. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, നീ രോഗിയാകുമ്പോൾ നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ നഗരത്തിലുള്ള ഏറ്റവും നല്ല ഡോക്ടറെങ്കിൽ, ആ പട്ടണത്തിലെ ഏറ്റവും നല്ല സർജൻ, നിൻ്റെ വീട്ടിലുണ്ടാകുന്ന രോഗത്തെ നീ പേടിക്കുമോ? ശരി, മത്തായി 6 31 വാക്യം. വിചാരപ്പെടരുത് എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ, കാരണം ക്രിസ്ത്യാനികളല്ലാത്തവരും ഈ വകയാണ് അന്വേഷിക്കുന്നത്, വിചാരപ്പെടുന്നത്. നീ ആ കൂട്ടത്തിലാണോ? ക്രിസ്ത്യാനികളല്ലാത്തവർ ഈ കാര്യത്തെ ഓർത്ത് വിചാരപ്പെടുന്നവരാണ്. എന്നാൽ നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നല്ലോ. നീ ഒരാവശ്യത്തിലാണോ? അതെന്താണെന്ന് എനിക്കറിയില്ല. ശാരീരികമോ സാമ്പത്തികമോ രോഗമോ, ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ എതിർപ്പ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അനേക തരത്തിലുള്ള ആവശ്യങ്ങൾ, ആളുകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ജയിലിൽ അയക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഈ ഭൂമിയിലുള്ള ഏത് ശക്തനായ ആളെക്കാളും വലിയ ശക്തനായ ഒരാൾ. എനിക്ക് വിശ്വാസമുണ്ടെന്ന് തെളിയപ്പെടുന്നത് ഞാൻ വിചാരപ്പെടാതിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരപ്പെടുന്നത്? 31 വാക്യം. നിങ്ങൾക്കറിയാമോ ഈ വാക്യങ്ങളിൽ 25 വാക്യം മുതൽ 34 വാക്യം വരെ വിചാരപ്പെടരുതെന്ന് യേശു എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? 25 വാക്യത്തിൽ വിചാരപ്പെടരുത്, പിന്നെയും 31 വാക്യത്തിൽ വിചാരപ്പെടരുത്, പിന്നെയും 34 വാക്യത്തിൽ വിചാരപ്പെടരുത്. എന്തുകൊണ്ടാണ് 1 മിനിറ്റത്തെ സന്ദേശത്തിൽ 3 പ്രാവശ്യം ഇത് പറയുന്നത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ചോദിക്കുക, എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾ വിചാരപ്പെടുന്നുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്, പറവകളെ പരിപാലിക്കുന്നവൻ, നിങ്ങളുടെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നവൻ. അതുകൊണ്ട് ഈ പ്രതിദിനത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ നിങ്ങൾക്ക് എത്ര അറിയാം? നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലില്ലേ? ദയവായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് ഇപ്രകാരം പറയരുത്, തുടർന്നും എൻ്റെ ജീവിതകാലം ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കും. നിങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ മടുത്തിട്ടുണ്ടോ? നിരാശപ്പെട്ട് ജീവിക്കുന്നതിൽ, വിചാരമുള്ളവനായും ആകുലതയുള്ളവനായും
ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇനിയും ഇങ്ങനെ ജീവിക്കണ്ട. ഏതാണ്ട് 16 കൊല്ലം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്. എനിക്കിനി ഇങ്ങനെ ജീവിക്കണ്ട. എനിക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതം വേണം. സ്വസ്ഥതയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ദൈവഹൃദയത്തോട് ചേർന്നിരിക്കണം. പാപത്തിന് കടന്നു വരാൻ കഴിയാത്തൊരിടം ദൈവഹൃദയത്തിനടുത്ത് എനിക്കവിടെ ജീവിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യവും, നിങ്ങളുടെ ഭൗതിക ആവശ്യം, സാമ്പത്തിക ആവശ്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമായിരുന്നു. സഹായത്തിനായിട്ട് ഞാൻ ഒരു മനുഷ്യൻ്റെ അടുക്കലും ഒരിക്കലും പോയിട്ടില്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ പിതാവ് 81 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. 1982 അദ്ദേഹം എന്നെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. തൻ്റെ കിടക്കക്കരികിലേക്ക്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. എൻ്റെ പിതാവ് പറഞ്ഞു, നിനക്ക് 4 മക്കളുണ്ട്. മൂത്തയാൾക്ക് അന്ന് ഏതാണ്ട് 12 വയസ്സേ ഉള്ളൂ. ഇളയയാൾക്ക് 3. എൻ്റെ പിതാവ് പറഞ്ഞു, നീ വീട്ടിലെ കൂട്ടായ്മയായിട്ട് കഴിയുകയാണ്, 15 or 20 പേരുമായിട്ട്. നീ ആരുടെ നിന്നും പണം വാങ്ങുന്നില്ല. നിൻ്റെ ഈ കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന പ്രയാസമായിരിക്കും. അത് വളരെ ചിലവുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഡാഡി, ഞാൻ ഒന്നാമത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നില്ലെങ്കിൽ കോളേജിൽ ഫീസായിട്ട് കൊടുക്കേണ്ട ആ 100 രൂപ പോലും ഇവിടുത്തെ $3-4 അതുപോലും എനിക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഒന്നാമത് ഞാൻ ദൈവരാജ്യം അന്വേഷിക്കുന്നെങ്കിൽ അവരുടെ ആവശ്യം എന്തു തന്നെ ആയിരുന്നാലും ദൈവം അത് കരുതിക്കൊള്ളും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഭയിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി കരുതുമെന്നല്ല. അല്ല, സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്. ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ദൈവം എങ്ങനെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതെന്ന് അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞില്ല. ആ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ദൈവം ഒരു സ്വർഗീയ പിതാവായിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ചു കൊണ്ടിരുന്നു. എനിക്കറിയില്ല സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റുമെന്ന്. എൻ്റെ പിതാവ് ഇന്ന് അവിടെയാണ്. അദ്ദേഹത്തിന് കാണാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറയും, മോനെ, നീയായിരുന്നു ശരി. ഞാൻ കാണുന്നു നിൻ്റെ കുടുംബത്തെ ദൈവം എങ്ങനെ പരിപാലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യവും വിലയിരുത്താൻ കഴിയുമെങ്കിൽ, നിൻ്റെ വ്യക്തിപരമായ ജീവിതം, നിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, വീട്ടിലെ നിൻ്റെ രഹസ്യ ജീവിതം, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അവർക്കിങ്ങനെ പറയാനായിട്ട് കഴിയണം, ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നതിന് മറ്റൊരു കാരണവും എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല, അവനൊരു സ്വർഗീയ പിതാവുണ്ടെന്നുള്ള കാര്യം ഒഴികെ. നിങ്ങളെക്കുറിച്ച് അവരെങ്ങനെ പറയുമോ? അതോ അവർ പറയുമോ, അവനൊരു ആവശ്യമുണ്ടായപ്പോൾ അവൻ ഇങ്ങോട്ടോടി അങ്ങോട്ടോടി, ഇയാൾ ഇത് ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. സ്വർഗത്തിൽ അവനൊരു പിതാവില്ല. ലോകത്തിൽ അവൻ ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവരവനെ സഹായിച്ചു. അവരൊക്കെയാണ് അവനെ സഹായിച്ചത്. യേശുവിനെ പറ്റി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ല, ദയവായിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? യേശു അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അതാണ്. കർത്താവേ, യേശു ജീവിച്ചതിന് വിരുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരുടെ അടുക്ക പോയി യാചിച്ചുകൊണ്ട് ഇങ്ങനെ പറയില്ല, കർത്താവ് എന്നെ സഹായിക്കുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരുപക്ഷെ കർത്താവ് നിന്നെ സഹായിക്കുന്നില്ലെന്ന് പറയുന്നില്ലായിരിക്കും. അതിൻ്റെ അർത്ഥം അതാണ്. ദൈവം എന്നെ വിട്ടുകളഞ്ഞു, എന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ സ്വർഗത്തിലുള്ള പിതാവിനേക്കാൾ നിനക്കെന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, 99% ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും അവർ പറയുന്ന അതാണ്. അതുകൊണ്ട് ഈ പ്രതിദിനത്തിൽ ഇതേപ്പറ്റി ചിന്തിക്കുക. നിനക്കൊരു സ്വർഗീയ പിതാവുണ്ട്. നിനക്കതിൽ ഉറപ്പില്ലെങ്കിൽ ഞാനൊരു വാക്യം കാണിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. ഇവിടെ എഫേസ്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അവരോടൊപ്പം അവൻ 3 കൊല്ലം ഉണ്ടായിട്ടും പൗലോസ് 3 കൊല്ലം അവരോടുകൂടെ താമസിക്കുകയും എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത് അത് തന്നെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കണമെന്നാണ്. നിങ്ങൾക്കറിയാം, ഈ വെളിപ്പാടില്ലാതെ
നിങ്ങൾക്കറിയോ, പരീശന്മാരെ യേശുവിനെ നോക്കി. വേദപുസ്തകം മുഴുവൻ അവർക്കറിയാം. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ബെയൽസബേലാണ്, ഇവൻ ദൈവപുത്രനല്ല, ഇവൻ ഭൂതങ്ങളുടെ തലവനാണ്. പത്രോസ്, അവന് പരീശന്മാരെ പോലെ ദൈവവചനം അറിയത്തില്ല, അവനറിയാവുന്ന മീൻപിടുത്തമാണ്. അവരെ പോലെ പഴയ നിയമമൊന്നും അത്ര അറിയില്ല. അവൻ പറഞ്ഞു, അല്ല, നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു അവനോട് പറഞ്ഞു, ശിമയോനെ, നീ ഭാഗ്യവാനാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. വെളിപ്പാടെന്നുള്ള വാക്യമാണ് പ്രധാനം. പരീശന്മാർക്ക് അറിവുണ്ടായിരുന്നു, അവർ ദൈവവചനം പഠിച്ചു. പത്രോസുണ്ടായിരുന്ന വെളിപ്പാടായിരുന്നു. ഇവിടെ അവൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആത്മാവുണ്ടാകണമെന്നാണ്. അവസാനമായിട്ടൊരു വാക്യം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി 11-ന്റെ-27-ാമത്തെ വാക്യം. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ മതത്തിൽപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടുള്ളവരാണ്. പല ക്രിസ്ത്യാനികളും ഇതുപോലെ മാത്രമേ ക്രിസ്തുവിനെ അറിയുന്നുള്ളൂ. എന്നാൽ വ്യക്തിപരമായി അവനെ അറിയുന്നത് അത് മറ്റൊന്നാണ്. വ്യക്തിപരമായി ഗാഢമായി അടുത്ത സുഹൃത്തായി ആരും പുത്രനെ അറിയുന്നില്ല, പിതാവ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ. പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പോലെ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ. അവൻ പറഞ്ഞ മറ്റൊരു കാര്യം, ആരും പിതാവിനെയും അറിയുന്നില്ല. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഈ പ്രതിദിനത്തിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാത്ത ആർക്കും പിതാവ് ആരെന്ന് അറിയാൻ കഴിയില്ല. പിന്നെയും വെളിപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. അറിവല്ല. അറിവെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ബുദ്ധിപരമായ ഒരു കാര്യമാണ്. വെളിപ്പാട് അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അതാണ് സംഭവിച്ചത്. എൻ്റെ സ്വർഗീയ പിതാവ് ആരെന്നുള്ള വെളിപ്പാട് എനിക്ക് കിട്ടി. വർഷങ്ങളായിട്ട് എനിക്കറിയാമായിരുന്നു ദൈവം എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ പിതാവാണ്. എന്നാൽ അന്ന് എൻ്റെ കണ്ണ് തുറന്നതുപോലെയായി. ഞാൻ കണ്ടു, ഓഹോ, എനിക്ക് ശരിക്കും ഒരു പിതാവുണ്ട്. ഞാനത് വായിച്ച് മനസ്സിലാക്കല്ലായിരുന്നു. അവൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. അന്നു മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. 48 വർഷം മുമ്പ്. അന്നു മുതൽ ഇന്ന് വരെ. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അതേപ്പറ്റിയുള്ള എല്ലാ തെറ്റിദ്ധാരണയും നിങ്ങൾ വിട്ടുകളയുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ദൈവം നിങ്ങളുടെ പിതാവാണെന്ന കാര്യം. ഈ പ്രതിദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. ആമേൻ.